Hello guys, welcome back to my channel and ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ചെക്ക് ഓഫ് സ്മോൾ സ്കെയിൽ ചാനൽസ് ആൻഡ് ഗൈസ്. അതായത് നിങ്ങൾ പല ചെറിയ ചാനൽസും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ലൈക്ക് എനിക്ക് 1K സബ്സ്ക്രൈബർ, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, നമ്മുടെ ഒരു വീഡിയോക്ക് ഇത്ര പൈസ കിട്ടുമെങ്കിൽ വലിയ വലിയ ചാനൽസിനൊക്കെ എത്ര പൈസ കിട്ടും എന്ന് പറയുന്ന കുറേ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. കാരണം ഇത് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു യൂട്യൂബ് ചാനലിനും തുടങ്ങി ഒരു വലിയൊരു ഒരു അത്യാവശ്യം റവന്യൂ എല്ലാം ഏൺ ചെയ്യണം ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലോട്ട് വരണം, യൂട്യൂബിലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ് ഗൈസ് പേഴ്സണലി ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് 50% എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബാക്കി 50% എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചിലർക്ക് കള്ളമായിട്ട് തോന്നിയേക്കാം, ചിലർക്ക് സത്യമായിട്ട് തോന്നിയേക്കാം. ഐ ഡോണ്ട് കെയർ. എനിവേ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പല യൂട്യൂബ് ചാനലും ഞാൻ ഇങ്ങനത്തെ കണ്ടൻ്റാണ്. ലൈക്ക് സ്മോൾ സ്കെയിൽ ചാനലായിട്ടും എനിക്ക് ഇത്ര ഏണിങ്സ് കിട്ടി, എൻ്റെ ഒരു വീഡിയോ ഇത്ര പൈസ എനിക്ക് കിട്ടി, ആൻഡ് എനിക്ക് ആകെ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും എനിക്ക് ഇത്ര ഒരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ, എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇത്ര ഏണിങ്സ് കിട്ടുവാണെങ്കിൽ, ലൈക്ക് വലിയ വലിയ ചാനൽസിന് എത്ര ഏണിങ്സ് എല്ലാം കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും ലൈക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എടുത്ത ചാനലിന് ഇത്ര ഏണിങ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് കണ്ടന്റ് ക്രിയേഷൻ കുറച്ചും കൂടി ഈസിയാണെന്ന് പറയും. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ചാനൽസ്, സ്മോൾ സ്കെയിൽ ചാനൽസ്, അവരെ റവന്യൂ കാണിച്ചിട്ട് അവർ പറയുന്നത് ലൈക്ക് ഇത് ഈസിയാണ്, കണ്ടന്റ് ക്രിയേഷൻ ഈസി ആണെന്നല്ല, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നവരാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, യൂട്യൂബിൽ ഇത്ര ഈസിയാണ് പൈസ ഉണ്ടാക്കാൻ. സോ അങ്ങനത്തെ ഒരു ഡൗട്ട് പകുതി ആർക്കും ഉണ്ടാവും. ലൈക്ക് പണ്ട് ഞാനും വിചാരിച്ചൊരു കാര്യമാണ്, ലൈക്ക് യൂട്യൂബെല്ലാം തുടങ്ങി കഴിഞ്ഞാൽ വേഗം നമുക്ക് പൈസ ഉണ്ടാക്കാം, അത്ര എളുപ്പത്തിലല്ല എത്ര ആൾ പൈസ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഉണ്ടായിക്കൂടാ എന്ന് വിചാരിച്ച് ഞാനും കുറേ കാലം ആലോചിച്ചായിരുന്നു. ബട്ട് എവൻച്വലി നമുക്ക് ഇറങ്ങി കുറച്ച് ടൈം കഴിയുമ്പോഴാണ് മനസ്സിലാവുക, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു മേക്ക് മണി ഫ്രം യൂട്യൂബ് ഗൈസ്, എസ്പെഷ്യലി ഓൺ യൂട്യൂബ്. കാരണം യൂട്യൂബിലൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏത് ചാനലും നമ്മുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്ന സമയമുണ്ട്. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മെയിൻലി മുക്കാൽ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലാണ് മെയിനായിട്ട് കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും തുടങ്ങുന്നത്. പിന്നെ പതിയെ യൂട്യൂബ് വരുന്നു. ഇപ്പോൾ എന്നാലും ഇൻസ്റ്റയാണ് കുറച്ചും കൂടി കൂടുതൽ വ്യൂവർഷിപ്പ് യൂട്യൂബിനെക്കാട്ടും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ആൻഡ് ഇപ്പോൾ അധികം ഓൾറെഡി ഒരു പോയിന്റ് എത്തിയ കുറേ ചാനൽസാണ് ഇപ്പോഴും മെയിനായിട്ട് നിൽക്കുന്നത്. ബാക്കി എൻ്റെ ഒരു അഭിപ്രായം ശരിയാണ്. ഞാൻ കൊറോണ സമയത്തെല്ലാം കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അവരെ തപ്പി തന്നെ കിട്ടുന്നില്ല, അവരെ വീഡിയോസ് കാണലുമില്ല. ഞാൻ പേഴ്സണലി അതിൽ ഒരു കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാണുന്നത് അതിനകത്ത് കൂടുതൽ 5-10 ആൾക്കാരാണ് ഇപ്പോഴും സ്ഥിരമായി കാണുന്നത്. 10 ആൾക്കാരാണ് മെയിനായിട്ട് കാണുന്നത്, ഇപ്പോഴും യൂട്യൂബിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത്ര ആൾക്കാരേ ഉള്ളൂ. സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടൻറ്റ് മാറിപ്പോന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ പല യൂട്യൂബ് ചാനൽസും യൂട്യൂബ് ചാനൽസിലൊരു ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ചാനൽസ്, ലൈക്ക് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ അവർ മോണിറ്റൈസ്ഡ് ആയതിന് ശേഷം അവരിങ്ങനെ കാണിക്കും നമുക്ക് ഇത്ര റവന്യൂ കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈസിയാണ് ഇത് തുടങ്ങാം എന്നൊരു മെസ്സേജ് പോലെ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി ഗൈസ്. ബട്ട് എസ്പെഷ്യലി നിങ്ങൾക്ക് എൻ്റെ ചാനലുണ്ടാകും, എനിക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ബട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റ പൈസ ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ല. ബട്ട് എന്നാലും എനിക്ക് എൻ്റെ ഓരോ വീഡിയോസിനും ആഡ് വരുന്നുണ്ട് ഗൈസ്. പക്ഷെ പൈസ അല്ല യൂട്യൂബ് എടുക്കുന്നത്. ആഡ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്, പക്ഷെ പൈസ കിട്ടില്ലായിരിക്കുമ്പോൾ കുറച്ച് സങ്കടം വരും. ബട്ട് എനിവേ, നമ്മൾ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കണ്ടന്റ് ക്രിയേഷൻ ഈസ് നോട്ട് ഈസി ഗൈസ്. ഒരിക്കലും ഈസിയാണ് ഞാൻ പറയില്ല. നമ്മൾ അതിൽ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം വീഡിയോ ഇടാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യൂട്യൂബ് സക്സസ് ആകാൻ പറ്റും. സ്റ്റിൽ ഐ ആം നോട്ട് സക്സസ്ഫുൾ ഇൻ യൂട്യൂബ്. എനിക്ക് കുറച്ച് 5,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളൂ. ബട്ട് എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ പോലും ഇതുവരെ ആയിട്ടില്ല. ഞാൻ അതിൻ്റെ ക്രൈറ്റീരിയ പകുതി പോലും ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാനുള്ളത്. ബട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയത് ഡിപ്പെൻഡ്സ്. ചില സമയത്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആദ്യം ആവുക, ചില സമയത്ത് വാച്ച് അവരായിരിക്കും കംപ്ലീറ്റ് ആവുക, ചില സമയത്ത് സബ്സ്ക്രൈബേഴ്സ് എത്ര കളിച്ചാലാവില്ല. അപ്പോൾ ഓരോരുത്തരെ ഇതുപോലെ ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ വീഡിയോസ് നല്ല ഇൻഫോർമേറ്റീവ്, നമ്മുടെ വീഡിയോസ് വേഗം കത്തിക്കയറും, ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറാത്തായിരിക്കും വിഷയം. അങ്ങനെ ഓരോ ചാനലും ഓരോന്ന് ഫേസ് ചെയ്യും. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഈ
എനിക്ക് ഇത്രത്തോളം പൈസ കിട്ടി. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ സ്മോൾ സ്കെയിൽ ചാനൽ ഇത്ര പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? കണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടംപോലെ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പറയുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിക്കേണ്ടത് വെച്ചാൽ ഇവർ എഫേർട്ട് എടുത്ത് ഇട്ട് റെഡിയായി കിട്ടിയതാണ് ഇതെല്ലാം. ലൈക്ക് ഇവർ മോണിറ്റൈസ്ഡ് ആയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലെങ്കിൽ അത്ര എല്ലാവർക്കും കേൾക്കണം എന്ന ആഗ്രഹമുള്ള കണ്ടൻറ്റ്സ്, അല്ലെങ്കിൽ അറിയണം എന്ന ആഗ്രഹമുള്ള കണ്ടൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് വ്യൂസ് കൂട്ടി അതിനൊരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. എന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം മോണിറ്റൈസേഷൻ എനേബിൾ ആയതിനു ശേഷമുള്ള വ്യൂസിന് കിട്ടുന്ന വ്യൂസ് കണ്ട് അതിനുശേഷം വ്യൂസ് വരുന്നതിൽ ആഡ് വന്നിട്ട് ഈ ആഡ് കണ്ടിട്ട് കിട്ടുന്ന പൈസയാണ് ഇവർ കാണിക്കുന്നത്. അത്രയും പ്രോസസ്സ് ഉണ്ട് ഇതിൽ. അതായത് നമ്മൾ ആദ്യം ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവണം, 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവണം. അതും ഇത്ര ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് എനേബിൾ ആവണം. എനേബിളായി കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് വ്യൂസിനല്ല, അതിന് ശേഷം കാണുന്ന ആഡ്സിനാണ് നമുക്ക് പൈസ കിട്ടുക. അപ്പം അത്രത്തോളം കാര്യം കഴിഞ്ഞാലാണ് നമുക്ക് പൈസ കിട്ടുക. പൈസ കിട്ടുന്നല്ല, അതിന് ഒരു ആഡോ ഒരു കുറച്ച് വ്യൂസ് അല്ലെങ്കിൽ എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറേ പൈസ ഒന്നുമല്ല കിട്ടുക. ലൈക്ക് അതിന് പൈസ കിട്ടണമെങ്കിൽ $100 കംപ്ലീറ്റ് ആണ്. അപ്പോൾ അത്ര എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഭവമല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് പല വീഡിയോസും കാണും. ലൈക്ക് ഇവർക്കൊക്കെ ഇത്ര പെട്ടെന്ന് കിട്ടി 1000 സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് കുറേ കണക്ഷൻസും കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 4000 വാച്ച് ചിലപ്പോൾ നമുക്ക് തുടങ്ങും. നമ്മൾ ഇതേപോലെ തുടങ്ങി സബ്സ്ക്രൈബേഴ്സും സെറ്റാക്കി വ്യൂസും കൂട്ടാൻ നോക്കി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആവും നമ്മളെ കൊണ്ട്. നമ്മൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്ത് എന്നിട്ട് ലൈക്ക് ചില സമയത്ത് വ്യൂസ് കുറവാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാക്കി വ്യൂസ് കുറവായിട്ട് എന്തിനാ വീഡിയോസ് ഇടുന്നത്? നമ്മൾ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ പകുതിക്ക് നിർത്തും. ചിലപ്പോൾ ഒരു പോയിന്റ് എത്താവുന്ന സമയത്തൊക്കെ നമ്മൾ നിർത്തുക. അങ്ങനെ നിർത്തിപ്പോകുന്നതുകൊണ്ടാണ് പല ചാനൽസും സക്സസ്ഫുൾ ആവാത്തതും. നിർത്താതെ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമുക്കൊരു കണ്ടന്റ് ക്രിയേഷനോട് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പാഷൻ, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചെയ്യുന്നൊരു സംഭവം എന്നൊരു മെൻറ്റാലിറ്റി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എപ്പോഴെങ്കിലും ആകുമ്പോഴേക്കും സക്സസ്ഫുൾ ആവും. ഐ മീൻ മോണിറ്റൈസ്ഡ് ആവും, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. വലിയ പൈസ ഒന്നും കിട്ടുമൊന്നുമില്ല, പോക്കറ്റ് മണി പോലെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ ചിലപ്പോൾ സമയത്ത് കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത് നമ്മൾ തപ്പും. ഹൗ ടു ഗെറ്റ് മോണിറ്റൈസ്ഡ്, ഹൗ ടു ഗെറ്റ് മണി ഫ്രം യൂട്യൂബ്, അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നമ്മൾ കുറേ ചാനൽസ് കാണും. കുറേ സ്മോൾ സ്കെയിൽ ചാനൽസ് മുതൽ വലിയ ചാനൽസ് അവർ ഇവിടം വരെ എത്തി ഇങ്ങനെ ആക്കിയെന്ന് കാണും. ഞാൻ പകുതി ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഇവർ അത്രത്തോളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ കണ്ട ചാനൽസ് എല്ലാം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. റീസെൻ്റ്ലിയാണ് അവർ മോണിറ്റൈസ്ഡ് ആയി ഫസ്റ്റ് ക്യാഷ് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ 1000 അടുത്തോളം വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ചിലർക്കെല്ലാം മോണിറ്റൈസ്ഡ് ആയി ആദ്യത്തെ ആഡ് റവന്യൂ കൈ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പെട്ടെന്നൊന്നും കയറി പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല യൂട്യൂബ്. അതേപോലെ കുറേ ചാനൽസ് കാണും, ഇത്ര ഉണ്ടാക്കി അവർ അത്രയും എഫേർട്ടും എടുത്ത് അത്രയും കഷ്ടപ്പെട്ട് കൺസിസ്റ്റൻ്റായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. അല്ലാണ്ട് അത്രത്തോളം ഈസി അല്ല നമ്മുടെ യൂട്യൂബിൽ ഒരു സക്സസ്ഫുൾ കണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്നത്. അപ്പോൾ അതാണ് ഒരു റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.